ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റേസ്. നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. അങ്ങനെ ഉപ്പും മുളകും ലൈറ്റിലെ രണ്ടാമത്തെ കുട്ടിയും വിവാഹിതയായി. അവളുടെ ഇഷ്ടത്തിന് അയാളുടെ കൂടെ പോയി രജിസ്റ്റർ ചെയ്ത് അവരവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ആണ് നമ്മളെ ഇത് അറിയിക്കുന്നത്. എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയ ഒരു കാര്യമാണ് അല്ലേ. അവരുടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡായിട്ടുള്ള നിശ്ചയം കഴിഞ്ഞ് ഈ കുട്ടിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും അതിൻ്റെ കാൽവയ്പ്പുകളും അതിൻ്റെ പ്ലാനിങ്ങുകളൊക്കെ അവർ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു 3 മാസമായിട്ട് ഈ കുട്ടി വീഡിയോയിൽ, 2 മാസമായിട്ട് തീർത്തും ഈ കുട്ടി വീഡിയോയിലില്ല. അതിൻ്റെ കാരണം അന്വേഷിച്ച സബ്സ്ക്രൈബേഴ്സിനോട് അവർ പറയുന്നുണ്ട്, ഞാനും കുഞ്ഞനുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയായാലും നിസ്സാരമായ ഒരു കാര്യത്തിന് അമ്മയും മകളും ഉണ്ടായിട്ടുള്ള പിണക്കമായിരിക്കില്ല അത്. പലപ്പോഴും ഇവർ വീഡിയോയിലൂടെ കാണിക്കുന്ന പല കാര്യങ്ങളെയും വിമർശിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിയുടെ ഭർത്താവാൻ പോകുന്ന ആളുമായിട്ട് നിരന്തരം ഫോൺ സംഭാഷണം ഉണ്ടാവും. അപ്പോൾ അവരുടെ വീട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും ഒരു നീരസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തിനാണ് ഇങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ വീഡിയോയിൽ പറയുന്നത് എന്നൊക്കെയുള്ളതിനെ പറ്റി ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടി അച്ഛനോടും അമ്മയോടും അതിനെപ്പറ്റി വിമർശനാത്മകമായിട്ടുള്ള ഒരു സംഭാഷണം നടന്നിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട്. ഈ കുട്ടി വീഡിയോയിൽ സഹകരിക്കാറില്ല. അപ്പോൾ അച്ഛനും അമ്മയായിട്ട് പിണങ്ങിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് നിശ്ചയം കഴിഞ്ഞ് ഫോണൊക്കെ വിളിച്ച് ഭർത്താവാകാൻ പോകുന്ന ആൾ ഫോൺ സംഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പിണക്കം ഈ കുട്ടിയെ അവിടെ ഒറ്റപ്പെടുത്തിയേക്കാം അല്ലേ. അമ്മയായിട്ട് പിണങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് കണ്ണടച്ച അമ്മേനെ യെസ് യെസ് എന്ന് പറഞ്ഞ് മൂളി നടക്കുന്ന അച്ഛൻ, അതിൻ്റെ തെറ്റോ ശരിയോ, ഭാര്യയുടെ കയ്യിലാണോ തെറ്റ്, അല്ലെങ്കിൽ മകള് എന്തുകൊണ്ട് പിണങ്ങി എന്നുള്ള കാര്യമൊന്നും വിശകലനം ചെയ്യാതെ അമ്മോട് മിണ്ടാത്ത മകളോട് ഞാനും മിണ്ടില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛനും അമ്മയും മിണ്ടാതെ ആ കുട്ടി കഴിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ. ഇപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ പിന്തുണയുണ്ട്. സ്വാഭാവികമായിട്ട് നിനക്ക് ആ വീട്ടിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒന്നും നോക്കണ്ട, ഇറങ്ങി വന്നോളാൻ പറയും. അയാൾക്ക് അയാളുടെ വീട്ടുകാരുടെ കൂടി പിന്തുണ ഉണ്ടാവും. എങ്കിൽ പോലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മളൊരു നിശ്ചയമായിട്ട് നമ്മുടെ മകനൊരു കുട്ടിയെ നിശ്ചയമായിട്ട് എല്ലാ കാര്യവും തീരുമാനിച്ച് ഉറപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഈ എടുത്തുചാട്ടത്തിനൊപ്പം എന്തുകൊണ്ട് ആ വീട്ടുകാർ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തോ ഒരു നീരസം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞ് ആ വീട്ടുകാരുമായിട്ട് വേണ്ട രീതിയിലുള്ളൊരു കെമിസ്ട്രി ഇവർക്കില്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മകൾ പിണങ്ങിക്കഴിഞ്ഞാൽ ഒരമ്മയ്ക്കും അച്ഛനും ഇത് വീഡിയോയുടെ റേറ്റിങ്ങിനായാൽ പോലും പൈസയ്ക്കായാൽ പോലും ഇതിങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആ മകളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, കുഞ്ഞൻ എന്നോട് പിണങ്ങി, ഞങ്ങൾ അവൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്, ഒരമ്മയുടെ മനസ്സ് അവൾക്ക് വായിക്കാൻ പറ്റിയില്ലേ, ഇനി കല്യാണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്ഥലം വിൽക്കണം, ഞങ്ങൾക്ക് ഫണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ ഇവരിങ്ങനെ ഒരു തരം രീതിയിൽ വീഡിയോയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇരിക്കുന്ന ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും പിണങ്ങി നിൽക്കുന്ന അവസ്ഥ പോരാത്തതിന് ഇങ്ങനെയുള്ള വീഡിയോയിൽ തൻ്റെ വിവാഹം ഒരു ഭാരമായി, സ്ഥലം വിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അതുവരെ സ്നേഹിച്ച് പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും ഒരു നാളത്തെ ഒരു ഭാര്യ, ഇന്നത്തെ ഒരു കാമുകി, ഭർത്താവിൻ്റെ അല്ലെങ്കിൽ കാമുകൻ്റേതായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ, അവരുടെ വീട്ടുകാരുടെ സ്വാധീനം ഒക്കെ ആ കുട്ടിയെ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു മാറ്റത്തിന് പ്രേരിപ്പിച്ചിരിക്കാം. എന്നാൽ പോലും നമ്മളുടേതായിട്ടുള്ള ചില അടക്കവും ഒതുക്കവും ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ കുട്ടിയുടെ കുടുംബമായിട്ടും അവളെ പറ്റിയിട്ട് വീഡിയോയിൽ പറയുമ്പോഴും ഒക്കെ നമ്മൾ പാലിക്കേണ്ടത് ഇവർ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത സംശയം. ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഭാവിവരനുമായിട്ട് ഫോൺ സംഭാഷണം തുടങ്ങുമ്പോൾ അയാളും അയാളുടെ വീട്ടുകാർക്കും വ്യക്തമായിട്ടുള്ള സ്വാധീനം ആ കുട്ടിയിലുണ്ടാവും. അതിൻ്റെ മാറ്റം അവളുടെ സ്വഭാവത്തിലും ഉണ്ടാവും. അതുവരെ പെരുമാറിയിരുന്ന മകളായിരിക്കില്ല ഒരു കാമുകൻ്റെ അല്ലെങ്കിൽ ഭർത്താവാൻ പോകുന്ന ആളുടെ സ്വാധീനം ഉണ്ടായതിൽ പിന്നെ ഉണ്ടാവണത്. സ്വാഭാവികമായിട്ട് ഈ അച്ഛനും അമ്മയും അത് അംഗീകരിച്ചില്ല, അവളിലെ മാറ്റം. മാത്രമല്ല അവരുടെ ബന്ധുക്കളുമായിട്ട് കൃത്യമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇവർ കീപ്പ് ചെയ്തില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ, കഴിഞ്ഞ തവണയിലെ വീഡിയോയിലൂടെ അവർ മകളുടെ പിണക്കം പർവ്വതീകരിച്ചിട്ട് അതിൻ്റെ റീസൺസും അതിൻ്റെ മകളെ വളർത്തിയതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ പറയും. അതിലേറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ സ്ഥലം വിൽക്കുന്നത് ഇവൾക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ത്യാഗം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ മനസ്സിലും ഒരു ചോദ്യം വരും, എന്തിനാണ് ഈ വരൻ്റെ വീട്ടുകാർക്ക് ഇതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്തുകൂടെ, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആ കുട്ടിയെ തന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞൂടെ എന്നൊക്കെ പല രീതിയിലുള്ളൊരു ചിന്തകൾ മനുഷ്യരുടെ ഇടയിലേക്ക് വരണത്തക്ക വിധത്തിലാണ് ലാസ്റ്റത്തെ അവരുടെ വീഡിയോ. അപ്പോൾ അത് ആ ബന്ധുക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല,
അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ കുട്ടി ഇറങ്ങിപ്പോകുന്നതിലൂടെ കാണിച്ചത്. എന്തൊക്കെയായാലും ഒരു വല്ലാത്ത വിധി പോലെയാണ് അല്ലേ. അച്ഛനമ്മമാരും തകർന്ന് തരിപ്പണമാവുന്ന ഒരു അവസ്ഥ തന്നെയാണ്. മക്കളെങ്ങനെ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഭയങ്കര നീറ്റൽ തന്നെയാണ് ഈ സംഭവം. അതിൻ്റെ യഥാർത്ഥ കാരണവും കാര്യമൊക്കെ അവർക്ക് അറിയുള്ളൂ. പിന്നെ വീഡിയോയിലൂടെ അച്ഛനും അമ്മയും കാണിക്കുന്ന ഈ അതിഭാവുകത്വം, അതായത് ഞങ്ങൾ വളരെ സ്നേഹമുള്ള കമിതാക്കളാണ്, ഞങ്ങളെപ്പോലെ മക്കളെക്കാളും ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ പലർക്കും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാവർക്കും നന്മ വരട്ടെ.